അനീഷും തമ്മിലുള്ള ടോപ്പിക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പേഴ്സണലി ഞാൻ പറയാണ്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു, എല്ലാവരും അതിനനുസരിച്ച് എല്ലാവരും കൂട്ടാവുന്നു. രാത്രി ഒരുമിച്ച് കിടക്കുന്ന ആ ലാസ്റ്റത്തെ സീൻ വരെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് കണ്ടത്. നമുക്കറിയാം ഈ സീസണിൽ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ആ ഒരു സീനൊക്കെ കണ്ട സമയത്ത് മനസ്സിനൊരു സന്തോഷം തോന്നി. എപ്പോഴും വെറുപ്പും വിദ്വേഷവും അതൊന്നല്ലല്ലോ നമ്മൾ എപ്പോഴും കാണാനായിട്ട് ആഗ്രഹിക്കുക. അവരുടെ ഇടയിലുള്ള സ്നേഹവും സ്നേഹ സംഭാഷണങ്ങളും ഇതൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കില്ലേ. അപ്പോൾ അത് ഞാൻ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് സന്തോഷ വിഷയം ആദ്യം പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് കിടക്കാം. എനിക്കിത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മുടെ സാബുമേന്റെ ശാപം. ഇന്ന് സാബുമേന്റെ മുട്ട ആരോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സാബു ഇന്ന് അവിടെ ശപിക്കുന്നുണ്ടായിരുന്നു. മുട്ട എടുത്തവര് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശപിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ മുട്ട എടുത്തവർ ആരും വിജയിക്കരുത്, വിജയികളാവരുത് എന്ന്. ആ ഒരു മുട്ട പോയതിന്റെ പേരിൽ ഇന്ന് എല്ലാവരും അങ്ങ് കയറി ശപിക്കുന്ന സാബുവിനെ കണ്ട സമയത്ത് സത്യം പറയല്ലേ എനിക്ക് ശരിയാണ് കേട്ടോ വന്നത്. പക്ഷെ ഇതൊന്നും തന്നെ സാബുമേൻ തമാശയായിട്ട് പറഞ്ഞതാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. സാബു ഇതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇത്രയും പട്ടനാണല്ലോ ദൈവമേ എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് ചിരി വന്നു പോയി. അല്ല, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന റേഷൻ ചുരുക്കാണ്. അവരുടെ സാധനം മറ്റുള്ളവർ കട്ടുകൊണ്ട് പോകുമ്പോൾ ദേഷ്യം കൊണ്ട് പറയുന്നതാണ്, കഴിക്കാൻ കിട്ടാണ്ടാവുമ്പോൾ ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ എനിക്ക് ചിരി വരാനുള്ള കാരണം ഈ സാബുമൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്തിനു ബിഗ് ബോസിൽ വന്നു. അവിടെ കുറച്ചെങ്കിലും ഗെയിം എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേ. അപ്പൊ അതിനൊന്നും ഗുണമില്ലാതെ ഈ മുട്ടയുടെ കണക്കും പറഞ്ഞ് അല്ലെങ്കിൽ ഫുഡിന്റെ കണക്കും പറഞ്ഞ് അവിടെ അടിയുണ്ടാക്കുന്നു, അവരെ ശപിക്കുന്നു, മുടിഞ്ഞു പോട്ടെ എന്ന് പറയുന്നു. ഇതൊക്കെ കണ്ട സമയത്ത് നമുക്ക് ചിരി വരുന്നത് തെറ്റി പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ സംഭവം എനിക്കത് കണ്ട സമയത്ത് നല്ല ചിരി വന്നു. പിന്നെ നമ്മുടെ അനുമോള് ഇന്ന് അക്ബറിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല കാര്യമെന്ന് എനിക്ക് തോന്നി. കാരണം അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കിടയിൽ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത് വളരെ നന്നായി. എന്നുവെച്ചാൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിയും പിടിയും ഒക്കെ ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് ചെയ്ത തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നത് തന്നെയാണ്. അക്ബറിന്റെ അടുത്ത് കുറച്ച് മോശമായിട്ട് തന്നെ ആ ബസ്സിന്റെ വിഷയമൊക്കെ വരുന്ന സമയത്ത് അനുമോള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇന്ന് ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലർക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ അവിടെ ആ ഒരു ക്ഷമാപണം ആവശ്യമുണ്ടായിരുന്നു. അത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു എനിക്കത് കണ്ട സമയത്ത്. പിന്നെ എനിക്കിന്ന് മറ്റൊരു സംഭവം തോന്നിയത് എന്താണെന്നറിയോ, ഇന്ന് അക്ബർ പറഞ്ഞൊരു കാര്യം, അയ്യോ എന്താണ് അക്ബർ അപ്പൊ കറക്റ്റ് കണക്ക് കൂട്ടിയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നി. അക്ബർ എന്ന് പറയുന്നുണ്ട്, അതായത് ഫിനാലയിൽ വരുന്ന സമയത്ത് ഈ വീട്ടിലെ വില്ലൻ ഞാനാണ്. ഇത് നമ്മൾ പുറത്ത് പറയുന്ന കാര്യമല്ലേ. അതായത് അക്ബറാണ് ആ വീട്ടിലെ വില്ലൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അനുമോള്, ഷാനവാസ്, അനീഷ് ഇവർക്കൊക്കെ തന്നെ വില്ലൻ എന്ന് പറയുന്നത് അക്ബറാണ്. അപ്പോ ഇവരെല്ലാം നായികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ഫിനാലയിൽ എത്തുന്ന സമയത്ത് വില്ലൻ വേണ്ടേ അതിൽ നിന്ന് അക്ബർ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അക്ബറിനെ ഈ നല്ല ധാരണയോട് കൂടിയിട്ട് അക്ബർ ഇത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അക്ബർ പറയുന്നത് ഇവരുണ്ടെന്നുണ്ടെങ്കിൽ വില്ലൻ ഉണ്ടാവണം, ഇവർക്ക് എല്ലാവർക്കും വില്ലൻ ഞാനാണ്, അവസാനം വരെ വില്ലനും നായകനും വില്ലനും ഒക്കെ വേണ്ടേ, അപ്പോ ഞാനും വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, വില്ലനും വേണം എന്ന്. സത്യമായിട്ടോ കേട്ടോ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ അനുമോൾ ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും എല്ലാവരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയും ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്തവരാണ്. അപ്പൊ അക്ബറിന്റേതായ രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോ അക്ബർ ഇവർക്കെതിരെ നിന്ന് ഗെയിം കളിച്ചൊരു വ്യക്തിയാണ്. അല്ലാതെ അവരുടെ ടീമും മാത്രം ഫിനാലയിൽ വരുന്നത് അതത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. തീർച്ചയായും അക്ബറിന് ടോപ്പ് 5 വരാനായിട്ട് യോഗ്യതയുള്ള മത്സരാർത്ഥി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അക്ബറിന്റെ അടുത്ത് എതിർപ്പുണ്ട്. ആ പാരഡി പാട്ടുണ്ടാക്കുന്നതും ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് നല്ല ദേഷ്യമൊക്കെ വരാറുണ്ട്. പക്ഷെ അക്ബറിന്റെ ഒരു കഴിവാണിത്. ആ കഴിവ് നല്ലതായിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ പാരഡികൾ മോശമായിട്ട് പാടുന്ന കേൾക്കുമ്പോൾ എനിക്ക് അക്ബറിന്റെ അടുത്ത് ദേഷ്യം തോന്നാറുണ്ട്. ഇന്ന് അനുമോള് അവിടെ ക്ഷമ ചോദിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, അയ്യോ ഞാൻ നിനക്കെതിരെ വലിയൊരു കാര്യം ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു, ആ സമയത്ത് നീ ഇപ്പൊ ഇതൊക്കെ ചെയ്തത് എനിക്ക് പാകം പെട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ അനുമോൾ അത് കുഴപ്പമില്ല, ഞാനത് സീരിയസ് ആയി എടുക്കില്ല, ഞാൻ അതൊക്കെ ആ ഒരു രീതിയിൽ എടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അനുമോള്. അപ്പോ ആ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് അക്ബർ എന്ന് പറഞ്ഞത് കറക്റ്റാണ്. നായകന്മാരും നായികയൊക്കെ ആ ഫിനാലയിൽ വരുന്നുണ്ടെങ്കിൽ
അതിനൊപ്പം തന്നെ വില്ലനും വരാനായിട്ട് അവിടെ യോഗ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരുപാട് പേര് പടിയിറങ്ങി, അതായത് നമ്മുടെ അക്ബറിന്റെ കൂടെ നിന്നിട്ട് പടിയിറങ്ങി പോയവരാണ് എല്ലാവരും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ട് അക്ബർ ഇത്രയും ദിവസം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഫിനാലയിൽ എത്തട്ടെ എന്ന് എനിക്ക് അക്കാര്യത്തിൽ തോന്നി. പിന്നെ ഞാൻ അനുമോൾ അനീഷ് വിഷയം ഞാൻ മാറ്റി വെച്ചത് ലാസ്റ്റ്, അത് കുറേ പറയാനുണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് ലാസ്റ്റ് തീയെ മാറ്റി വെക്കുന്നത്. അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് പറയാനുള്ളത്, നമ്മുടെ ആദില, നൂറ, അനുമോള് ഇന്ന് ഭയങ്കര കൂട്ടായി, ഫ്രണ്ട്ഷിപ്പായി. അവരെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ്ടും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വീണ്ടും ഈ പറയുന്ന ഇവർക്ക് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഈഗോ ആണ്. വീണ്ടും അവർ പറയുന്നുണ്ട്, ഇപ്പോഴും അവള് പറയുന്നത് കണ്ടില്ലേ, നമ്മള് അവളെ എന്തിനൊക്കെയോ വേണ്ടിയിട്ടാണ് കൂട്ടുപിടിച്ചെന്നുള്ള രീതിയിൽ അവൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടില്ല, അവൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ആദിലയും നൂറയും ഇരുന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനി അതൊരു കോംപ്ലക്സ് ആണോ, അയ്യോ ഞങ്ങൾ ആരും സ്നേഹിക്കാനില്ല, ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലാണോ, എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അനുമോൾ അവിടെ വന്ന് സംസാരിക്കുകയും സോൾവ് ചെയ്യുകയും അവരെല്ലാം കഴിഞ്ഞിട്ടും അവർക്കിടയിൽ ഇപ്പോഴും ആ ഒരു മഞ്ഞുരുകാൻ കുറച്ചൊക്കെ ബാക്കി നിൽക്കുന്ന പോലെ എനിക്ക് അപ്പോഴും തോന്നി അവരുടെ സംസാരം കേട്ട സമയത്ത്. പിന്നെ നമ്മുടെ നെവിൻ ഇന്ന് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാൻ ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ ചെയ്ത ഓരോ കാര്യങ്ങളും നെവിൻ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കയറി വന്നതും അവിടെ പുട്ടുണ്ടാക്കിയത്, അതുണ്ടാക്കിയത്, ഇതുണ്ടാക്കിയത്, പിന്നെ സ്പൈ കുട്ടൻ എന്നെ മാത്രം പിടിക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നെവിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നെവിൻ ആ ചെയ്തിട്ടുള്ളത് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഭയങ്കര അഗ്രഷൻ മൂഡിലേക്ക് നെവിൻ വന്ന സമയത്താണ് നമുക്ക് നെവിൻ്റെ അടുത്ത് ദേഷ്യം കലിപ്പൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ആഴ്ച പണ്ടത്തെ ആ ഒരു നെവിൻ, നല്ല രീതിയിലുള്ള ഒരു നിവിനായിട്ടാണ് നിവിൻ അവിടെ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പണ്ടത്തെ നിവിനെ തിരിച്ചു കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. നിവിന്റെ ഇന്നത്തെ ആ ഒരു പറച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറെ ചിരിച്ചു. സത്യമാണല്ലോ ഇതൊക്കെ എന്നാലോചിച്ചുകൊണ്ട് ചിരിച്ചു. പിന്നെ എന്നെ കുടുകൂടാൻ ചിരിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസ് ഇന്ന് അനുമോളുടെയും മനീഷിന്റെയും ടോപ്പിക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഷാനവാസ് ഭയങ്കര കോമഡി ആയിട്ട് ആ ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. കോമഡി ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീരിയസ്നെസ്സോടെ അല്ലാതെ അനുമോളെ കുറ്റപ്പെടുത്തിയും അനീഷിനെ കളിയാക്കിയും ഒക്കെ പറയുന്നുണ്ട്. കുറെ പേർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ വരാം, അനീഷിന്റെ ഫാൻസിനൊക്കെ ചിലപ്പോൾ ദേഷ്യം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കതെന്തോ എൻജോയ്മെന്റ് ആയിട്ട് തോന്നി. കാരണം നിങ്ങളെ നീ പറഞ്ഞതൊക്കെ അവൻ സീരിയസ് ആക്കി, ഞാനെന്ത് ചെയ്യാൻ, എന്റെ മിത്രം അങ്ങനെയല്ല, എന്റെ മിത്രം ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ ട്രോളുന്നതും അവിടെ അനീഷിനെ ട്രോളുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കെന്തോ അത് കോമഡി ആയിട്ട് തോന്നിയുള്ളൂ. എപ്പിസോഡിൽ അത് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ലൈവിൽ ഒരുപാട് നേരം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ അനുമോളിങ്ങനെ ചൊറിഞ്ഞോണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇത് ഈ ഒരു ടോപ്പിക്ക് അനുവിനെ ഭയങ്കര ടെൻഷനും പേടിയാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിൽ നിന്ന് മാറ്റാനായിട്ട് ഇവിടെ സംസാരിക്കുന്ന സമയത്ത്, ഷാനവാസ് സംസാരിക്കുന്ന സമയത്ത് കൂളാവുന്ന രീതിയിൽ ഷാനവാസ് അത് ഒരുപാട് സംസാരിച്ച് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ അനീഷിന്റെയും അനുമോളുടെയും വിഷയം എടുത്തു കഴിഞ്ഞാൽ അനീഷ് ചെയ്തതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പക്ഷേ ഇന്ന് അനുമോളിൽ ലൈവിലിരുന്നിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനിപ്പോ എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അനീഷേട്ടന് എന്നോടുള്ള ഇഷ്ടം ഇപ്പൊ തുടങ്ങിയതല്ല, മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പല കാര്യങ്ങളും പലപ്പോഴും ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട് എന്ന് അനുമോള് പറയുന്നുണ്ട്. അത് എൻ്റെ ഇതിൽ പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനാകെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇനി ഒറിജിനൽ പ്രണയമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത്. കാരണം മറ്റൊന്നല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഈ അനീഷും അനുമോളും കുറേ മിക്ക ദിവസങ്ങളിലും എനിക്കതിന് തോന്നിയിട്ടുള്ളതാണോ എന്നറിയില്ല, നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഒരു സെയിം കളർ ഡ്രസ്സ് ഇടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അനുമോളും അനീഷും പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സെയിം കളർ ഡ്രസ്സ് മിക്കപ്പോഴും. അതൊക്കെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ സമയത്തൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാണ് അവിടെ ഒരു കോംബോ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. പിന്നെ ഇവരുമായിട്ട് വഴക്കിട്ട് നടന്ന സമയത്ത് അനീഷ് വന്നിട്ട് എന്ത് കാര്യങ്ങളും അനുവിൻ്റെ അടുത്ത് വന്ന് ഞാൻ കുളിച്ചിട്ട് വരാം, ഞാൻ അത് ചെയ്തിട്ട് വരാം, ഇത് ചെയ്തിട്ട് എല്ലാം അനുവിൻ്റെ അടുത്ത് വന്ന് അനുവാദം ചോദിക്കായിരുന്നു, പറയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണോ അനീഷ് ചെയ്തത് ഇത് ഒരു കോംബോ പിടിക്കാൻ വേണ്ടിയിട്ട്, അതോ ഇനി എങ്ങാനും അനീഷിന്റെ മനസ്സിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്നും തോന്നിപ്പോയി. പക്ഷേ അനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്, അനീഷിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അനീഷ് അത് ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. അനീഷിനെ പുറത്തിറങ്ങിയതിന് ശേഷം ഇത് പറയായിരുന്നു അനുവിന്റെ അടുത്ത്. എന്നിട്ട് അവർ തമ്മിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് അത് സോൾവ് ചെയ്യായിരുന്നു. ഇവിടെ വെച്ച് അത് പറഞ്ഞിട്ട് അത് അനുവിന് നെഗറ്റീവ് ആവാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. അനു അത് ഇപ്പോ നല്ല രീതിയിൽ തന്നെയാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അനീഷ് ഫാൻസ് ഇപ്പൊ അനുമോളെ കുറിച്ച് മോശമായിട്ട് അതുപോലെ പറയുന്നുണ്ട്.
അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ തങ്കച്ചനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തങ്കച്ചനെയൊക്കെ അവൾ ഇതുപോലെ കളിയാക്കി വടിയാക്കി അവള് ജീവിതം നശിപ്പിച്ചതാണ്. അതുപോലെ അനീഷിന്റെ ജീവിതം അവള് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അനീഷിന്റെ അടുത്ത് സ്നേഹം ഭാവിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ കുറിച്ച് അതുപോലെ അനീഷിന്റെ PR പണിയെടുക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ അനുമോൾക്ക് അത് നെഗറ്റീവ് ആയിട്ടുണ്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷിന് നെഗറ്റീവ് ആയിട്ടുണ്ട്. കാരണം അവൾക്ക് അവിടെ ചോദിച്ച വഴിക്ക് നമുക്ക് വിവാഹം കഴിക്കാം എന്ന് ചോദിച്ച വഴിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടി ശരി നമുക്ക് കെട്ടാൻ ചേട്ടാന്ന് ഏതെങ്കിലും ആരെങ്കിലും പറയൂ? ഇപ്പൊ നമ്മൾ ഒരാൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേട്ട വഴിക്ക് പ്രപ്പോസൽ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അല്ലല്ലോ. അതിൽ വളരെ റയറായിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കാം. പരസ്പരം ഉള്ളിൽ ഇഷ്ടമുണ്ടായിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നവരെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഷോക്ക് ആവുള്ളൂ. നമ്മൾ വിചാരിക്കാത്ത ഒരാൾ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അപ്പൊ തന്നെ ശരി എന്ന് നമ്മൾ പറയൂ. ഇനിയിപ്പോ അനുമോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടാക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അനീഷിനെ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ശരി അനുമോൾ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അനുവിന് അങ്ങനെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ എനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പക്ഷേ അനീഷ് അതിന്റെ പേരിൽ വിഷമിച്ച് നടക്കുന്നു, മുഖം വീർപ്പിച്ച് നടക്കുന്നു, മിണ്ടുന്നില്ല, ദേഷ്യം കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏതാണ്ട് അനീഷിനെ ചീറ്റ് ചെയ്തു എന്നുള്ള ലെവലിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് കളിക്കുന്ന പോലെയാണ് അവിടെ ഉണ്ടായത്. അതാണ് എനിക്ക് ഭയങ്കര മോശമായിട്ട് അനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. പിന്നെ ഈ ദിവസം വന്ന് പറയുന്ന സമയത്ത് അനീഷ് ഇതൊരു ഗെയിം ആയിട്ട് കാണുന്നത്. എന്താ വെച്ചാൽ ഇതൊരു ബിഗ് ബോസ് വീടാണ്. ആ സമയത്ത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഗെയിം ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇനി അതിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോലും നമുക്കത് വിശ്വസിക്കാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, ഈശോ ഇനി ആകപ്പാട് കൂടി ഒരാഴ്ചയുള്ള ആ സമയത്താണ് നിങ്ങൾ ലവ് ട്രാക്ക് പിടിക്കുന്നത്, ഇതൊക്കെ നേരത്തെ ചെയ്യണ്ടേ എന്ന് ഷാനവാസ് കളിയാക്കി ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളുടെ അടുത്ത്. സത്യം ഇതൊക്കെ കുറച്ച് മുന്നായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തിലെത്തായിരുന്നു. ഈ ലാസ്റ്റ് സമയത്തൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അനുമോൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ്. പിന്നെ അനുമോൾ അവിടെ തമാശയ്ക്ക് കാണിച്ച ഫ്ലൈങ് കിസ് കൊടുത്തിട്ടുണ്ട്, അലവിന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവരെല്ലാവരും കൂടിയിരിക്കുമ്പോൾ, അല്ലാണ്ട് ഒറ്റയ്ക്ക് അനുമോൾ ഒരിക്കലും കാണിച്ചിട്ടില്ല അനീഷിന്റെ അടുത്ത്. ഇവരെല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് അതൊരു കോമഡിയായി തമാശയായി ലാലേട്ടൻ പോലും പറഞ്ഞപ്പോൾ ആ ഒരു സെൻസിലാണ് അതിനവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനി അനീഷ് സീരിയസ് ആയിട്ട് എടുത്തതാണോ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാനാകെ കൺഫ്യൂഷനാണ്. എന്തായാലും ഞാനത് വിചാരിക്കുന്നത് അവിടെ അനീഷ് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അനുമോളെ നെഗറ്റീവ് ആക്കാൻ ലാസ്റ്റ് സമയത്ത് അനുമോൾക്ക് അതൊരു നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ഇഷ്ടം പറഞ്ഞ പെൺകുട്ടി അത് നിരസിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടി നിരാശാകാമുകനായിട്ട് അവിടെ അങ്ങനെ അലഞ്ഞു നടന്നു കഴിഞ്ഞാൽ അത് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഭയങ്കര വിഷമുണ്ടാക്കും. നോക്ക് അവനെന്തോരം ഇഷ്ടമാണെന്ന് അവളുടെ അടുത്ത് പറഞ്ഞതാണ്, എന്നിട്ട് അവളത് അംഗീകരിച്ച് അവൾക്കത് മനസ്സിലാക്കി കൂടെ, ഇത്രയും നാൾ അവൾ സ്നേഹം കാണിച്ചതല്ലേ, എന്നിട്ട് അവൻ തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ, നോക്കിയ പയ്യൻ എത്ര വിഷമിക്കുന്നുണ്ട് നോക്കിയേ, അതിത്തിരി സ്നേഹത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആർക്കത് നെഗറ്റീവ് ആവും? അനീഷിനെ പോസിറ്റീവ് ആവുന്നതിന്റെ ഒപ്പം അത് അനുമോൾക്ക് നെഗറ്റീവ് ആവും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗെയിം അവിടെ പിടിച്ചതാണോ അനീഷ് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗെയിമാണോ അനീഷ് പിടിച്ചതെന്നുള്ളതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പെരുമാറുന്ന രീതി, അനീഷ് ഒരു കൊച്ചുകുട്ടിയല്ല, 30-39 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരാളടുത്ത് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് ആ ആള് നിരസിക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കാതെ അത് ഒരു പെൺകുട്ടിക്ക് കേട്ട വഴിക്ക് യെസ് പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ പോലുള്ള ബോധം ഇല്ലാതെയാണോ അനീഷ് അവിടെ നിൽക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് അനുമോളെ പക്ക നെഗറ്റീവ് ആക്കിയിട്ട് ലാസ്റ്റ് സമയത്ത് മാറ്റാൻ എന്നുള്ളതാണോ? എനിക്ക് സത്യം പറഞ്ഞ കൺഫ്യൂഷനാണ്. പിന്നെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അവനിങ്ങനെ 2 വർഷത്തോളം റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നിട്ടുണ്ട്, ഭയങ്കര മെന്റലി ഡൗൺ ആയിട്ടിരുന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ എവിടെയെങ്കിലും ഒരു സ്നേഹം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ആളെ പ്രപ്പോസ് ചെയ്തതാണോ? സത്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരു ഗെയിം ആയതുകൊണ്ട് ഈ ഗെയിമിൽ നിന്നുകൊണ്ട് ഇത് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊരു പെൺകുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇത് അനീഷിന്റെ ലൈഫിനെയും ബാധിക്കാം ഒരു പക്ഷേ. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് പറയേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഈ അനീഷിന് ഇങ്ങനെ അനുമോളുടെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ വിഷയം കൊണ്ട് ഇപ്പൊ പുറത്ത് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അനുമോളാണ്. അനുമോളെ കുറിച്ച് അത്രയും ഡീഗ്രേഡിംഗ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനുമോള് വേറെ പലരെയും ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നെഗറ്റീവായി ബാധിച്ചിരിക്കുന്നത് അനുമോളെ തന്നെയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അനീഷിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റ് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നാനുള്ള റീസൺ അതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.